നമസ്കാരം. സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് CPIM പ്രഖ്യാപിച്ച മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് അല്പസമയത്തിന് മുമ്പ് അവസാനിച്ചു. 72% പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എ വിജയരാഘവൻ ഒപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആദ്യം എ വിജയരാഘവൻ, മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകും എന്ന് തന്നെ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു പറയുന്നുണ്ടോ? സംസ്ഥാന ഭരണം നടത്തുന്ന ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. സ്വാഭാവികമായിട്ടൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വിശകലന വിധേയമാവും. അതുമാത്രമല്ല ചർച്ച ചെയ്യുന്നത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, കേന്ദ്രത്തിലൊരു ഗവൺമെൻറ്റുണ്ട്, ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പൊതു രാഷ്ട്രീയ ഘടനയിലെ വ്യതിരിക്തങ്ങളായ സാമൂഹ്യ വിഷയങ്ങൾ, ജനജീവിതവുമായി ബന്ധപ്പെട്ടതെല്ലാം ചർച്ച ചെയ്യുന്ന ഒന്നാണ് തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്ത് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും 100% ഈ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഇന്ത്യ നേരിടുന്ന, കേരളം നേരിടുന്ന പൊതുജീവിതാവസ്ഥയിൽ ഓരോ മലയാളിയും നേരിടുന്ന ജീവിത വ്യവഹാര പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത 100% പൂർണ്ണ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പക്ഷേ നമ്മൾ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന് ഭരണത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പറയുമ്പോൾ പൂർണ്ണമായ വിജയപ്രതീക്ഷ വേണം. CPMന് ഇപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണ വിജയപ്രതീക്ഷയുണ്ടോ? അല്ല, ഈ നിയോജകമണ്ഡലം ഇടതുപക്ഷം ഇതിനു മുമ്പ് ജയിച്ചിട്ടുള്ള ഒരു പാർലമെന്റ് നിയോജകമണ്ഡലമല്ല. സ്വാഭാവികമായിട്ടും UDFന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളൊരു പാർലമെന്റ് നിയോജകമണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പിൻ്റെ പൊതു അനുഭവം. അതായത് ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ CPM നിർത്തിയ സ്ഥാനാർത്ഥി വിജയിക്കുകയും അങ്ങനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ശരിയായ ദിശയിലാണ് പോകുന്നതെന്ന് നിങ്ങൾ വിലയിരുത്തുകയും ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഇൻവിൻസിബിളാണ്, അവർ തോൽക്കാത്തവരാണ് എന്നുള്ളൊരു സാഹചര്യം. നേരിട്ടല്ല താങ്കൾ ഉത്തരം പറയുന്നത്. അല്ല, ഞാൻ കൃത്യമായ ഉത്തരമാണത്. ഇതിനു മുമ്പുള്ള ഒരുപാട് അനുഭവങ്ങളിൽ ആ പഴയ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തകൾ ഉണ്ടായിട്ടുണ്ട്. ആ വ്യത്യസ്തകൾ ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ്. ശ്രീ രണ്ടത്താണി, ഏത് നിലയിലുള്ള പ്രതീക്ഷയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ് അഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ദേശീയ രാഷ്ട്രീയ രംഗത്ത് BJPയുടെ പല നിലപാടുകളും രാജ്യത്തെ മതേതര വിശ്വാസികൾ ഏറെ പ്രയാസപ്പെടുത്തുന്നതാണ്, വിശേഷിച്ചും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ദളിതുകളുമൊക്കെ. ആ വിയോജിപ്പ് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് മതേതര ബദലുണ്ടാക്കാൻ എന്ത് മാർഗം എന്ന് രാജ്യം തേടുമ്പോഴാണ് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഒറ്റക്കക്ഷിയായി മാറുകയാണ്. BJPക്ക് ബദലാകാൻ കോൺഗ്രസിനെ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. അതേസമയത്ത് CPM ആകട്ടെ ആ രംഗത്ത് വളരെ ശുഷ്കമാവുകയും ഒരു സീറ്റ് പോലും നേടാതെ കേവലം 360 വോട്ടിൽ അത് അവസാനിക്കുകയുമാണ്. അവർക്കൊരിക്കലും ഒരു മതേതര ബദലാകാൻ കഴിയില്ല എന്നുള്ള അന്തരീക്ഷം നിലനിൽക്കുന്നു. 1.94, അതായത് 1,94,000 വോട്ടിനപ്പുറത്തേക്ക് കുഞ്ഞാലിക്കുട്ടിക്ക് കടക്കാൻ കഴിയുമോ? ഇനിയിപ്പോ ആരോടും എന്താ പറയേണ്ടത്, അനാവശ്യ മുഖങ്ങളൊന്നും അല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. കാരണം അതിനിടയിലാണ് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് മാറിയത്. അതിനുശേഷം വന്ന ഓരോ ദിവസവും സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുന്ന വിധമാണ് ഓരോ ദിവസവും ഓരോ സംഭവങ്ങളായി തെരഞ്ഞെടുപ്പ് സമയം ചർച്ച ചെയ്യപ്പെട്ടത്. തീർച്ചയായും ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇതുവരെയുള്ള വോട്ടിംഗ് പാറ്റേൺ ഒക്കെ വെച്ച് നോക്കുന്നത് അനുസരിച്ച് കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾ കേന്ദ്രം കഴിയണം. കാരണം കഴിഞ്ഞ തവണ 71% ഉള്ളൂ, ഇപ്പോൾ 72% ആയിട്ടുണ്ട്. ഒരുപക്ഷെ 72% അല്പം കൂടി കൂടിയേക്കാം എന്ന് വരികിൽ മുസ്ലിം ലീഗ് എല്ലാ ശക്തിയും എടുത്തു പൊരുതിയ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം കൂട്ടിയേ തീരൂ.
അല്ല, തീർച്ചയായും മുസ്ലിം ലീഗ് അതിൻ്റെ എല്ലാവിധ ശക്തിയും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യവും അവരുടെയൊക്കെ വളരെ ശക്തമായ പ്രവർത്തനവും ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അതിനൊക്കെ അനുഗുണമായുള്ള ഫലമുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീപ്രകാശ്, രണ്ട് മുന്നണികളും വിജയപ്രതീക്ഷ പുലർത്തുമ്പോൾ BJP കഴിഞ്ഞ തവണ എത്ര 45,000 ചില്ലുവാനം വോട്ട്, 44,000 ചില്ലുവാനം, 64,000 ചില്ലുവാനം. എങ്ങനെയാണ് വിജയപ്രതീക്ഷ എന്തായാലും ഉണ്ടാവില്ല? അതാണ് അതിൽ പ്രത്യേകത. അതായത് രണ്ട് മുന്നണികളും ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിച്ചത് ഒരേ കാര്യമാണ്. ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് മുന്നണികളും മത്സരിച്ചിരുന്നത്. പരസ്പരം മത്സരിക്കുകയാണ് എന്ന് അവർ പറയുമ്പോഴും അവർ പറയുന്നത് ഒരു കാര്യമാണ്. അതായത് BJP എതിർക്കുക എന്നതാണ്, കേന്ദ്ര ഗവൺമെൻറ് എതിർക്കുക, നരേന്ദ്രമോദി എതിർക്കുക എന്നതാണ് അവരുടെ അജണ്ട. ഈ അജണ്ടയ്ക്ക് വേണ്ടി രണ്ട് പേരെ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല, രണ്ട് പേർ മത്സരിക്കേണ്ട കാര്യമില്ല, ഒരാൾ മത്സരിച്ചാൽ മതി BJPക്കെതിരെ. അത് ജനത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷേ ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥ ചിത്രമാണ്. എന്താണ് BJP പ്രതീക്ഷിക്കുന്നത്? 64,000 ആണോ അതോ അതിൽ കുറച്ചല്പം കൂടുതലെന്നാണോ? BJP തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ BJP ലക്ഷ്യം വെച്ചിരുന്നത് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടിൻ്റെ 6 ഇരട്ടി വോട്ടുകൾ ഉണ്ടാക്കുക എന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ തവണ കിട്ടിയ 64,705-ൻ്റെ 6 ഇരട്ടി, അത് 3,23,000 പ്ലസ് വോട്ടുകൾ ലഭിക്കുക എന്നതാണ്. ജയിക്കില്ല, അത് പറയാൻ വയ്യല്ലോ ജയിക്കില്ല എന്ന്. പോൾ ചെയ്ത വോട്ടിൻ്റെ 12 ലക്ഷം വോട്ടല്ലേ ഉള്ളതാകെ? 13 ലക്ഷം വോട്ടുണ്ട്. 13 ലക്ഷത്തിൽ 72% പോൾ ചെയ്തു. 70% പോൾ ചെയ്ത വോട്ടിൻ്റെ 3,23,000 പ്ലസ് ആണെങ്കിൽ ജയിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ജയസാധ്യത വെച്ച് പുലർത്തുന്നുണ്ട്. ജയസാധ്യത മണിപ്പൂരിൽ 3% താഴെ വോട്ടുള്ള മണിപ്പൂരിൽ BJPക്ക് 0-ൽ നിന്നും ഹീറോ ആയും പറ്റിയെങ്കിൽ 19% മതന്യൂനപക്ഷങ്ങളുള്ള 73 സീറ്റുകളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള UPയിൽ അവിടെ വലിയ ഭൂരിഷ്ഠത്തിൽ അധികാരത്തിൽ വരുവാനും ഈ 73 സീറ്റിൽ 40 സീറ്റും താമര അടയാളത്തിൽ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തും സ്വാഭാവികമായിട്ടും മലപ്പുറത്തിൻ്റെ ക്ഷേമത്തിനും മലപ്പുറത്തിൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യും. അതുകൊണ്ടാണോ താങ്കൾ ബീഫ് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു പ്രത്യേക നിലപാടെടുത്തത്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ വിജയരാഘവൻ, നേരത്തെ ശ്രീ രണ്ടത്താണി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ CPM-ന് മത്സരിച്ച് ജയിക്കാമായിരുന്നു. മഞ്ചേരിയിൽ നമ്മളത് കണ്ടതാണ് 2004. പക്ഷെ അതിന് ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റണ്ണപ്പ് ഡേയ്സിൽ ഈ സർക്കാർ ഏറ്റവും ജനവിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് രണ്ടത്താണി അവകാശപ്പെട്ടത്. ഈ സർക്കാർ എന്ത് തീരുമാനം എടുത്താലും അത് ജനാധിപത്യ വിരുദ്ധമാണെന്നും കേരളത്തിന് അപകടകരമാണെന്നും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം അതുകൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ശ്രീ രണ്ടത്താണി. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയൂ, അത് സംശയമില്ല. പക്ഷേ ഈ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങളുടെ വിശദാംശങ്ങളും സൂക്ഷ്മാംശങ്ങളും സാധാരണ മനുഷ്യൻ പരിശോധിക്കുന്നത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. UDF നിന്നും വ്യത്യസ്തമായി നാനാവിധമായ സാമ്പത്തിക വിഷയങ്ങളിൽ കൃത്യതയുള്ള നിലപാടുകളും കേരളത്തിൻ്റെ വികസനത്തിൽ കൃത്യതയുള്ള നിലപാടുമുള്ള ഒരു പുതുവീക്ഷണമാണ് ഇടതുപക്ഷം വെച്ചിട്ടുള്ളത്. അതിനൊരു വോട്ടുണ്ട് ഈ നാട്ടിൽ. അല്ല, ഇക്കാര്യത്തിൽ രണ്ടത്താണി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ജിഷ്ണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങൾ, ഈ ഗവൺമെൻറ്റിൻ്റെ മർക്കടമുഷ്ടി, അത് വല്ലാത്ത തോതിൽ ജനങ്ങളെ ഈ ഗവൺമെൻറ്റിൽ നിന്നും അകറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് രണ്ടത്താണി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് 1.94 മുകളിൽ പോകുമെന്ന്. ഈ ഗവൺമെൻറ് ജിഷ്ണു പ്രശ്നത്തിൽ ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തൊരു ഗവൺമെൻറ്റാണ്. കേരളത്തിലെ ഈ സ്വാശ്രയ വിഷയത്തിൽ ഒരു സ്വാശ്രയ മുതലാളിയെ അറസ്റ്റ് ചെയ്ത ഗവൺമെൻറ്റാണിത്. 5 വർഷത്തെ UDF ഭരണം ഇവിടെ ഉണ്ട്. എല്ലാ സ്വാശ്രയ മുതലാളിമാരുടെയും കൂടെ നിന്നതാണ്. സ്വാശ്രയക്കാരന് വളരാൻ അവസരം കൊടുത്താണ്. ഇതങ്ങനെയല്ല. ഗവൺമെൻറ് നിയമത്തിൻ്റെ പൂർണ്ണതയിൽ സമ്പൂർണ്ണമായി ചെയ്തൊരു ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായും അത് സമ്പൂർണ്ണമായിട്ടില്ല എന്ന് തോന്നാം, അത് തെറ്റില്ല. അതിലിപ്പോൾ എല്ലാവരും ഓരോരുത്തർക്കും ഓരോ വീക്ഷണം വെച്ച് പുലർത്താൻ കഴിയും. അവിടെ ഇടതുപക്ഷം അതിൻ്റെ ഒരു പരമാവധി പരിശ്രമം തന്നെയാണ് നടത്തിയത്. സ്വാശ്രയ മുതലാളിമാരെ പിടിച്ചു കിട്ടിയ ഗവൺമെൻറ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടി വന്നു ജിഷ്ണു പ്രണോയിയുടെ അമ്മക്ക് ഈ സർക്കാരിനെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി എന്നുള്ളത്. UDF അത് എങ്ങനെയാണ് നോക്കി കാണുന്നത്? ജിഷ്ണു പ്രണോയിയുടെ ഒരു വിഷയം മാത്രമല്ല, ഈ ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷം
അതിനുശേഷമാണ് 1100 തടവ് പുള്ളികളെ പുറത്തുവിടാനുള്ള തീരുമാനം പുറത്തു വന്നത്. അതിൽ കോടതി ഇടപെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ കോടതി അറിയാതെ ചെയ്യരുത് എന്ന തീരുമാനമുണ്ടാകുന്നു. മൂന്നാറിൽ ഏകദേശം അവിടുത്തെ MP 52 ഏക്കർ ഭൂമിയും അതുപോലെ MLA KSEBിയുടെ ഭൂമിയും കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത അതിനുശേഷമാണ് വരുന്നത്. അതിനുശേഷമാണ് ഒരുപാട് അത്തരത്തിലുള്ള ജിഷ്ണു അടക്കമുള്ള ഒരുപാട് സംഭവങ്ങൾ തുടർച്ചയായി വരുന്നത്. മദ്യഷാപ്പുകൾ അനുവദിക്കുന്നതിന് പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന അധികാരം പോലും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് അത് വേണ്ട എന്നുള്ള നിലപാടെടുക്കാൻ ഒരു സർക്കാർ മുന്നോട്ട് വരുന്ന കാഴ്ചയുണ്ടായി. ആ കൂട്ടത്തിൽ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിച്ച വിജിലൻസ് ഡയറക്ടറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത് കഴിഞ്ഞാണ് പിന്നീട് ജിഷ്ണുവിൻ്റെ വിവാദം ഉണ്ടാകുന്നത്. ജിഷ്ണുവിൻ്റെ വിവാദം ഉണ്ടായപ്പോഴും നമുക്കറിയാം ഒരു പ്രതികളെയും ആദ്യം അറസ്റ്റ് ചെയ്തില്ല. ജിഷ്ണുവിൻ്റെ അമ്മക്ക് അങ്ങേയറ്റം വരെ പോകേണ്ടി വന്നു. കേരളീയ സമൂഹത്തിൻ്റെ പൊതുവായൊരു ഇടപെടൽ ഉണ്ടായതിന് ശേഷമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നെങ്കിലും വരുത്തി തീർക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതുപോലെ അതിനുശേഷമുണ്ടായ വ്യത്യസ്തമായ ആ സന്ദർഭത്തിൽ തന്നെ ഉണ്ടായ ചില കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങളിൽ പോലും എടുത്ത നിലപാടുകൾ പലപ്പോഴും വിമർശനവിധേയമായി. ആ വിമർശനവിധേയമായതൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കാരണം ഈ രീതിയിൽ ഒന്നൊന്നായി ഒരു വിഷയം, ജിഷ്ണുവിൻ്റെ വിഷയം മാത്രമല്ല, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരിന് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് അനുസരിച്ച് തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ആ നിലപാടാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊലപാതകത്തെ ചെറുതായി കാണിക്കുന്നത് ഒരിക്കലും ഗുണകരമായ ഒന്നല്ല. വി.ഡി. സതീശൻ, KPCC വൈസ് പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ വി.ഡി. സതീശൻ, മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് 4 പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം BJPയിൽ ചേരാൻ പോകുന്നു എന്ന സൂചനകൾ ലഭ്യമായത്. അതേക്കുറിച്ച് KPCC പ്രസിഡന്റ് M.M. ഹസൻ അടക്കമുള്ളവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് CPMന്റെ മുഖപത്രമായ ദേശാഭിമാനി അത് സംബന്ധിച്ച് മുഖപ്രസംഗം എഴുതുകയും ചെയ്തിരുന്നു. അല്ല, യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകൾ പടച്ചുണ്ടാക്കുന്നത് CPM തന്നെയാണ്. ഈ കേരളത്തിൽ BJPയെ സഹായിക്കുന്ന ആരാണ്? കേരളത്തിൽ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് CPM കഴിഞ്ഞ കുറെ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. CPM പറയുന്നത് ഏത് ചെകുത്താനുമായി കൂട്ടുകൂടിയും കോൺഗ്രസിനെ തോൽപ്പിക്കണമെന്നാണ്. രണ്ടുപേരും ഒരേ ലക്ഷ്യത്തിലാണ്, രണ്ടുപേരും പരസ്പരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ അന്ത്യഘട്ടത്തിൽ BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ പോകുമെന്ന് പ്രചരണം നടത്തിയത് CPM നേതാക്കളാണ്. കോടിയേരി ബാലകൃഷ്ണൻ, പാർട്ടിയുടെ സെക്രട്ടറി, പാർട്ടിയുടെ മുഖപത്രം, തങ്ങളുടെ പാർട്ടിയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ വരുമെന്നല്ല പറഞ്ഞത്, BJPയിലേക്ക്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നേതാക്കൾ പോകുന്നത് വടക്കേ ഇന്ത്യയിലാണ്. അത് പോകുന്നത് വിന്നബിൾ പോസിബിലിറ്റി. കോടിയേരിയൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് M.M. ഹസന്റെ മലപ്പുറം വാർത്താ സമ്മേളനത്തിന് ശേഷമാണ്. M.M. ഹസനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, 4 കോൺഗ്രസ് നേതാക്കൾ BJPയിൽ പോകുമെന്ന് കേട്ടല്ലോ. അപ്പോൾ M.M. ഹസൻ പറയുകയാണ്, അതിലൊരാൾ ശശി തരൂർ അല്ലേ? ശശി തരൂറിനോട് ഞാൻ തന്നെ നേരിട്ട് ചോദിച്ചിരുന്നു. ശശി തരൂർ പറഞ്ഞു ഞാൻ BJPയിലേക്ക് പോകുന്നില്ല എന്ന്. തൊട്ടടുത്ത മണിക്കൂറിൽ വാർത്താ സമ്മേളനം നടത്തിയ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ശശി തരൂറിന്റെ കാര്യം സ്ഥിരീകരിച്ചു. ബാക്കിയുള്ള 3 പേര് ആരാണ് എന്ന് M.M. ഹസൻ വെളിപ്പെടുത്തണം എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. കോടിയേരിയുടെ റോൾ അത്ര മാത്രമേ ഉള്ളൂ. അതല്ല, അതിനു മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിൽ CPM അത് വളരെ പ്ലാൻ ചെയ്തിരുന്നു. ഈ വാർത്ത പ്ലാൻ ചെയ്തിരുന്നു. എവിടെ നിന്നാണ് ഈ വാർത്ത ഒറിജിനേറ്റ് ചെയ്ത് വന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ പത്രപ്രവർത്തനം നടത്തുന്ന ആളല്ലേ. എവിടെ നിന്നാണ് ഈ വാർത്ത ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? ഇപ്പൊ വീണ്ടും 4 നേതാക്കന്മാരുടെ പേര് വന്ന് 8 നേതാക്കന്മാരായി പേര് പറഞ്ഞത്. അപ്പൊ ഇഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ ഇവര് പ്രചരിപ്പിക്കുകയാണ്, വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. ദേശാഭിമാനി പത്രം 2 ദിവസം തുടർച്ചയായിട്ട് എഴുതി. പേര് പറഞ്ഞില്ലെങ്കിലും ആരൊക്കെയാണ് എന്ന്. മീഡിയയിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ വരാറുണ്ട്. ആ വ്യാജ വാർത്തകൾ അവഗണിക്കുകയല്ലാതെ ഇന്നത്തെ നിലയിൽ വേറെ നിവൃത്തിയില്ല. ഞാൻ ചോദിക്കുന്നത്, M.M. ഹസൻ എന്തിനെ ശശി തരൂറിനോട് ചോദിച്ചു നിങ്ങൾ BJPയിലേക്ക് പോകുന്നുണ്ടോ എന്ന്? M.M. ഹസൻ അത് M.M. ഹസന്റെ പത്രസമ്മേളനം വളരെ തെറ്റായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. M.M. ഹസൻ ഈ വാർത്തകൾ വരുന്ന കാര്യം നേതാക്കന്മാർ തമ്മിൽ പരസ്പരം കാണുന്നതാണ്. അവർ കണ്ടപ്പോൾ സംസാരിച്ച് കാണും ഇങ്ങനെ വാർത്തകൾ വരുന്നതിനെ പറ്റി. തീർച്ചയായിട്ടും വരുന്നതിനെ പറ്റി, ഇത്തരം വാർത്തകൾ വരുന്നതിനെ പറ്റി മലപ്പുറത്ത് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ തന്നെ പറയുണ്ടായി.
ഇലക്ഷനാണ്, ശ്രദ്ധിക്കണം. ഇത്തരം വാർത്തകൾ ആരോ പടച്ചുണ്ടാക്കി വിടുന്നുണ്ട്. വളരെ കെയർഫുള്ളായി ഇത് കൈകാര്യം ചെയ്യണമെന്ന് മലപ്പുറത്ത് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഞാൻ തന്നെ ചൂണ്ടിക്കാട്ടുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ മനഃപൂർവ്വമായി ഉണ്ടാക്കിയ അങ്ങനെ ഒരു വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ, നമ്മളിപ്പോ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് യുഡിഎഫിന്റെ ഭാവി എന്നത് സംബന്ധിച്ച് സ്വാഭാവികമായും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ടാകും. അതെന്തുകൊണ്ട്? ഇപ്പൊ റീത്ത ബഹുഗുണ ജോഷി ഉത്തർപ്രദേശിലെ PCC പ്രസിഡന്റ് ആയിരുന്നു അവർ. ഇന്നിപ്പോ BJP സർക്കാരിൽ മന്ത്രിയാണ്. തൊട്ടടുത്ത സംസ്ഥാനത്ത് SM കൃഷ്ണ മുമ്പ് വിദേശകാര്യമന്ത്രിയായിരുന്നു, മുൻ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു, ഇന്ന് BJPയിലാണ് അദ്ദേഹം. ND തിവാരി അടക്കമുള്ള അങ്ങനെ നിരവധി നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് നിങ്ങൾക്ക് ഒരു പാലം കടന്ന് സുഗമമായി വെച്ചടി കയറി പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ആശയതലത്തിലുള്ള ആശയ സമന്വയം ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഞാൻ പറയട്ടെ നികേഷ്, ഇതൊക്കെ വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിയിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്. ഉദാഹരണം, പഞ്ചാബിൽ നവജോത് സിംഗ് സിദ്ധു BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേർന്നു. ഹരിയാനയിൽ കീർത്തി ആസാദിന്റെ ഭാര്യയും കോൺഗ്രസിൽ ചേർന്നു. ഇതൊന്നും നിങ്ങൾ ആഘോഷിക്കുന്നില്ല, ഈ വാർത്തകളൊന്നും. പിന്നെ നിങ്ങൾ ബംഗാളിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ? ബംഗാളിൽ നടക്കുന്നത് CPMന്റെ മുഴുവൻ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും BJPയിൽ ചേർന്നിട്ട് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസായി മാറുന്ന നിരവധി ജില്ലകളുണ്ട് ബംഗാളിൽ. നിങ്ങൾ എന്താ അതൊന്നും ചർച്ച ചെയ്യാത്തത്? BJPയിലേക്ക് എക്സോഡസ് ആണ്, പലായനമാണ്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ വിജയരാഘവൻ, ബംഗാൾ അവിടെ നിൽക്കട്ടെ. എന്തിനാണ് ഇവിടെ BJPയിലേക്ക് ആളെ കൂട്ടിക്കൊടുക്കുന്നത് CPM? ഞങ്ങൾ കൂട്ടിയിട്ടല്ലല്ലോ ആ റീത്ത ബഹുഗുണ BJP ചേർന്ന്. ഞങ്ങൾ കൂട്ടിക്കൊടുത്ത അല്ലല്ലോ. ഞങ്ങൾ കൂട്ടിക്കൊടുത്തിട്ടാണോ? അവരുടെ മകൻ വിജയ് ബഹുഗുണ BJP ഞങ്ങൾ കൂട്ടിക്കൊടുത്തിട്ടാണോ? ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയാറാം ഗയാറാം ഉത്തരേന്ത്യയിൽ എല്ലാവരും ആയാറാം ഗയാറാം ഒന്നുമില്ല. ഏത് കോൺഗ്രസ്സുകാരനും എപ്പോൾ വേണമെങ്കിലും BJP ചേരാം. അങ്ങനത്തെ ഒരു അവസ്ഥ നാട്ടിലില്ല. നമ്മൾ കാണാതെ ഒന്നും പോണ്ട. ഇവര് എവിടെ ന്യായീകരിക്കുന്നു? ആരും ന്യായീകരിക്കില്ല. ഇവർക്ക് മനസ്സിലാവില്ല. പിന്നെ അബ്ദുറഹ്മാൻ ഉണ്ടത്താണെങ്കിൽ ലോകാവസാനം വരെ മനസ്സിലാവില്ല. അതിൽ അതല്ല, നിങ്ങൾക്ക് ആ കോൺഗ്രസിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെടുത്ത നയസമീപനങ്ങൾ എന്നാണ് BJP ശക്തിപ്പെട്ടെന്ന് തിരിച്ചറിയാനും കഴിവുള്ള ഒരു ലീഗ് നേതാവില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? എന്താ നിങ്ങൾ രാഷ്ട്രീയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ണിന്റെ മുന്നിൽ വസ്തുത കണ്ടാൽ അത് തിരിച്ചറിയാൻ കഴിയില്ലേ? ജാഫർ ഷെരീഫ് അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റ് എടുത്ത് നിൽക്കുക, അത് കണ്ടാൽ മനസ്സിലാവില്ലേ? എന്താണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കോൺഗ്രസ്സുകാരൊപ്പം കൂടി എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു മന്ത്രിസ്ഥാനത്തിനും വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ കാത്തിരിക്കേണ്ട, സത്യത്തെ കണ്ടെത്താൻ. അല്ല, എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാ പറയുന്നത്. ഞാൻ MLA ആയി കേരള നിയമസഭക്കകത്തിരിക്കുമോ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ഒരാളുണ്ടായിരുന്നു, അൽഫോൻസ് കണ്ണന്താനം. ഇടതുപക്ഷ മുന്നണിയുടെ MLA ആയിരുന്നു അദ്ദേഹം. ഇപ്പൊ എവിടെ? സ്വതന്ത്രനാകട്ടെ ഏതാകട്ടെ ഇടതുപക്ഷ മുന്നണി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഭവമാണല്ലോ. അയാൾ ഇന്ന് എവിടെയുള്ളത്? BJPയുടെ വക്താവാണ്. ഞാൻ ചോദിക്കട്ടെ, പത്മനാഭൻ ആരാ? പഴയ DYFയുടെ നേതാവല്ലേ? നിങ്ങൾ ആരെ ഇപ്പൊ വിഡ്ഢിയാക്കുന്നത്? കേരളത്തിൽ ആരെങ്കിലും BJPയിലേക്ക് ചേക്കേറിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൽ നിന്നല്ല CPM പാളയത്തിൽ നിന്നാണ് എന്നുള്ള സത്യത്തെ നിഷേധിക്കാൻ കഴിയുമോ? ഈ യാഥാർത്ഥ്യത്തെ അറിയണം. കോൺഗ്രസിന് അത്ര വിശ്വാസമാണ്. കോൺഗ്രസിന് ഞാൻ പറയട്ടെ, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി BJP ഇന്നിപ്പോ നേരത്തെ ശ്രീ BD സതീശൻ പറഞ്ഞത് സ്വാഭാവികമായും ഒരു വിജയരാഘവനടുത്ത് പോസ്റ്റ് ചെയ്യാവുന്ന ചോദ്യം എന്നുള്ളതല്ലേ ഞാൻ ഉന്നയിച്ചു എന്നുള്ളൂ. ഇത് സാധാരണഗതിയിലുള്ള ആയറാം കയറാൻ രാഷ്ട്രീയമല്ല. ഇന്നിപ്പോ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന്. പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് ഈ ഒഴുക്ക് ഒക്കെ പറഞ്ഞല്ലോ. ഒഴുക്ക് രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഓരോരുത്തരും അധികാരമായി ബന്ധമുള്ളവരുണ്ടാകും. പക്ഷേ ഈ ഒഴുക്കൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ സുസജ്ജമായി കോൺഗ്രസ് നിൽക്കുന്ന ആ ഘട്ടത്തിൽ കോൺഗ്രസിനെതിരായി മൊറാർജി ദേശായി ഗവൺമെന്റ് ഉണ്ടാക്കിയല്ലോ. ആ ഗവൺമെന്റിൽ അന്നത്തെ ഭാരതീയ ജനസംഘത്തിന്റെ നേതാക്കന്മാരായിരുന്നു ലാൽകൃഷ്ണ അദ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും. ആ ഗവൺമെന്റിനെ CPM പിന്തുണച്ചു. ഞങ്ങളുടെ നേതാവ് CHനോട് ചോദിച്ചു, നിങ്ങൾ പിന്തുണക്കുമോ? CH അതിന് മറുപടി പറഞ്ഞത് ബഹറിൽ മുസല്ലിയിട്ട് നമസ്കരിക്കേണ്ടി വന്നാൽ പോലും RSSനെ പിന്തുണക്കില്ല എന്നാണ്. ഞങ്ങളെടുത്ത സമീപനം അതാണ്. എന്നാൽ CPM എടുത്ത സമീപനം അതായിരുന്നില്ല. CPM പിന്തുണച്ചു. VP സിംഗിന്റെ ഗവൺമെന്റ് വന്ന് പിന്തുണച്ചു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ആ ഘട്ടത്തിൽ തകർത്തവരെയാണ് നിങ്ങൾ എതിർക്കേണ്ടത്, അല്ലാതെ അന്നത്തെ കോൺഗ്രസിനെയല്ല. കോൺഗ്രസിനെ എതിർത്തു. ഇങ്ങനെ പല ഘട്ടങ്ങളിൽ CPM എടുത്ത രാജ്യത്തെ മതേതര മുന്നേറ്റത്തിന് വിഘാതം നിൽക്കുന്ന വളരെ വിരുദ്ധമായ നിലപാടുകളാണ് ഈ രാജ്യത്തെ BJPയെ വളർത്തിയതിന് യഥാർത്ഥം. ശ്രീ പ്രകാശ്, ശ്രീ BD സതീശൻ, പഴയ ഒരവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് കാര്യങ്ങൾ എന്ന് ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരൻ കൂടിയായ
ശ്രീ വി ഡി സതീശൻ താങ്കൾ മനസ്സിലാക്കുന്നില്ലേ? ഒരുപക്ഷെ ഈ 4 MP-മാരെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് കഥയായിരിക്കും, പ്രമുഖ നേതാക്കൾ എന്നുള്ളത് കഥയായിരിക്കും. അതിനപ്പുറത്തേക്ക് BJP ഈ സംസ്ഥാനത്ത് വളരുന്നു എന്നും അങ്ങനെ വളരുന്ന BJP-യിലേക്ക് സ്വാഭാവികമായും പോകാൻ കഴിയുന്നത് കോൺഗ്രസിൽ നിന്നാണ് എന്നുള്ള തിരിച്ചറിവ് താങ്കൾക്കില്ലേ? അല്ല, കോൺഗ്രസിന്റെ ഏത് നേതാവാണ് BJP-യിൽ ചേർന്നിട്ടുള്ളത്? ഇപ്പോ പറഞ്ഞതുപോലെ അൽഫോൺസ് കണ്ണന്താനവും ധനകാര്യമന്ത്രിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവായിരുന്ന V വിശ്വനാഥമേനോനും പോയത് BJP-യിലേക്കല്ലേ പോയത്? കോൺഗ്രസിന്റെ ഏത് നേതാവാണ് കേരളത്തിൽ BJP-യിലേക്ക് പോയത്? ഞങ്ങളല്ലേ BJP-യെയും ഇവരെല്ലാം BJP ഒരുമിച്ച് മത്സരിച്ചല്ലേ? പിണറായി വിജയനും KG മാരാരും എല്ലാവരും കൂടി ഒരുമിച്ച് അസംബ്ലിയിലേക്ക് മത്സരിച്ചല്ലേ? ഞങ്ങൾ എന്തെങ്കിലും കേരളത്തിൽ RSS-ഉമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ടോ? BJP-യുമായി ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ടോ? ഇവരെല്ലാം ഒരുമിച്ച് ഒരു പാനലിൽ നിന്ന് മത്സരിച്ച ആളുകളല്ലേ? പിണറായിയും മാരാരും തമ്മിൽ പഴങ്കഥ പോലെ പറഞ്ഞ കുറെ നീളുകയേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ് എന്നൊരു സംശയം പോലും താങ്കൾക്കില്ല ശ്രീ വി ഡി സതീശൻ? ഒരു കാരണവശാലും കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും പോലും ഇത് CPM നടത്തുന്ന പ്രചരണമാണ്. CPM-ന്റെ യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയാണ് ഇതിന് പ്രചരണം കൊടുക്കുന്നത്. എന്നിട്ട് CPM-ന്റെ സൈബർ സെൽ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരണം കൊടുക്കുകയാണ്. എനിക്കിപ്പോഴാണ് M സ്വരാജ് പറഞ്ഞ പിതൃശൂന്യ പത്രപ്രവർത്തനം എന്താണെന്ന് മനസ്സിലായത്. ദേശാഭിമാനിയിൽ P ഗോവിന്ദപിള്ളയും K മോഹനെ പോലുള്ള ഇതാണ് പിതൃശൂന്യ മാധ്യമ പ്രവർത്തനമെന്നും ഒരു നാൾ ദേശാഭിമാനി CPM-കാർ തന്നെ കത്തിക്കുന്ന അവസ്ഥ വരുമെന്നും അദ്ദേഹത്തിന് എന്ത് പറയാലോ? അതൊക്കെ സ്വപ്നങ്ങളാണ്, അല്ലാതെ യാഥാർത്ഥ്യമായിട്ട് ബന്ധമുണ്ടാവില്ല. സതീശനൊക്കെ ഇപ്പൊ ചെന്നുപെട്ടിരിക്കുന്ന ഒരു ആപത്കരമായ ലോകത്താ. എപ്പോ ആര് പോകുമെന്ന് ആർക്കും പറയാനാവില്ല. അവരുടെ മുഖ്യമന്ത്രിമാരാ പോണത്, ചെറു നേതാവല്ല മുഖ്യമന്ത്രിമാര്. ആരാ? അൽഫോൺസ് കണ്ടെത്തന മാർക്സിസ്റ്റാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവൊന്നുമല്ലോ. V വിശ്വനാഥൻ മേനോൻ ഇപ്പൊ അവിടെ ഉണ്ടോ? BJP-യിലുണ്ടോ? BJP-യുടെ ചേർന്ന് ഇപ്പൊ BJP-യിലുണ്ടോ? അദ്ദേഹം പറയട്ടെ. വിശ്വാമേനോ ഇപ്പൊ BJP-യിലുണ്ടോ? ഇല്ലല്ലോ. അത് പറ. വിശ്വാമേനോൻ BJP-യുടെ സ്വന്തം മത്സരം ഇപ്പൊ BJP-യിലില്ല. പറയട്ടെ. എന്താ വിഷയം എന്നറിയോ? ഇവർ രണ്ട് കൂട്ടരും ഇപ്പൊ ആളുകളെ ഒരു പാക്കേജ് ഉണ്ടോ? ഒരു പറയട്ടെ. പാക്കേജ് ഉണ്ട്. പാക്കേജ് ജനങ്ങളെ ഈ കേരളത്തിലെ ജനങ്ങൾ മൊത്തം BJP-യിലേക്ക് ചേരും. അതാണ് ഇവര് പേടി. ഇവരെന്താ രണ്ട് കൂട്ടരും പൊതുജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞ് പരസ്പരം ശത്രുക്കളെ പോലെ പറയുകയും മിത്രങ്ങളൊപ്പം പെരുമാറുകയും ചെയ്യും. അതെ, BJP-യിലേക്ക് ആർക്കും ചേരാന്ന്. BJP-യുടെ പ്രാഥമിക അംഗത്വം ആർക്കും എടുക്കാം. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുടെ എത്ര ആളുകൾ എടുക്കുന്നുണ്ട്? BJP-യുടെ പ്രാഥമിക താഴെ തട്ടിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് BJP ചേരുന്നുണ്ട്. അങ്ങനെയല്ലേ BJP ശക്തിയാവുന്നത് കേരളത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ പലവരും ചേരുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് അല്ലല്ല, അങ്ങനെ ചേർന്നാൽ പോരാ. ഇത് വേറെയാണ് വിഷയം. അല്ല, ഞാൻ പറയട്ടെ. പല സംസ്ഥാനങ്ങളിൽ ഇപ്പൊ മണിപ്പൂരിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? കോൺഗ്രസ്. കഴിഞ്ഞ ഒക്ടോബർ വരെ കോൺഗ്രസിന്റെ മന്ത്രിയും ഉപനേതാവുമാണ്. അങ്ങനെ നിരവധി പേരുണ്ട്. ഞാൻ പറയട്ടെ. ഇവരിപ്പോ എന്താ ചെയ്യുന്ന വെച്ചാൽ മലപ്പുറത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ചർച്ച. അപ്പം ഇവരിപ്പോൾ രണ്ട് കൂട്ടരും തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ്. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനൊന്ന് നോക്കൂ നിങ്ങൾ. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിൽ UDF-നെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ വേണ്ടി LDF തയ്യാറായില്ല. ഇവർ രണ്ട് കൂട്ടരും പറഞ്ഞു. നേരത്തെ ഞാൻ പറയട്ടെ. അതായത് പറയട്ടെ നികേഷ്, ഞാൻ പറയാൻ സാനുവദിക്കാതെ എന്താ ചെയ്യാൻ പറ്റും? ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ BJP-യെ എതിർക്കുകയാണ് ഇവർ രണ്ട് കൂട്ടരും ചെയ്യുന്നത്. ഒരു തലയും രണ്ട് തലയും ഒരു നാക്കും ഉപയോഗിച്ച് BJP എതിർക്കുക. രണ്ട് കൂട്ടരും പറയുന്ന ഒന്നാണ്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ഇവർ രണ്ടും വിരുദ്ധ ചേരിയിലാണ് എന്ന് വരുത്തി തീർക്കാണ് ഇവർ ഉദ്ദേശം. വിഷയം ഞാൻ പറയാം. BJP-യിലേക്ക് ജനങ്ങൾ വരുന്നതിൽ രണ്ട് കൂട്ടരും യഥാർത്ഥത്തിൽ പേടിച്ചാണ് അല്ലെ? ഇവിടെ നേരത്തെ ശ്രീ A. വിജയരാഘവൻ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം ഞാൻ ഒന്ന് ശ്രീ വി ഡി സതീശൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് മുൻ നിയമമന്ത്രി അശ്വിനി കുമാർ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്, പാർലമെന്ററി പാർട്ടി നേതാവായിരിക്കുന്നവർ, PCC പ്രസിഡന്റ് ആയിരിക്കുന്നവർ, അവരുടെ സ്ഥാനം പോയാൽ ഉടനെ എതിർ പാർട്ടിയിൽ പോയി ചേരുന്ന
ഒരു പ്രത്യേക സ്വഭാവ സവിശേഷത കോൺഗ്രസിൽ ഇപ്പോൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തൻ്റെ ചുറ്റുമുള്ള വിരലിൽ എണ്ണാവുന്നവരുടെ മാത്രം നിയന്ത്രണത്തിലാണ്. അതിനപ്പുറത്തേക്ക് കഴിവും പ്രാഗൽഭ്യവും ഉള്ളവർക്ക് നേതൃത്വത്തിൽ അവസരം നൽകാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അപജയം എന്ന്. അപ്പോൾ ആ നിലയിലുള്ള സ്വയം വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ കാര്യവും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ടാവുക. അല്ല, ഒരു കാര്യമുണ്ട് നികേഷ് ഇപ്പൊ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യം പറയാം. വടക്ക് കിഴക്കൻ നികേഷ് ഒരു വളരെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തകനല്ലേ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ചരിത്രം നികേഷ് പരിശോധിച്ചിട്ടുണ്ടോ? ഏത് കാലത്താണ് ഈ ഗോവ ഉൾപ്പെടെയുള്ള, ഗോവ വേറൊരു സംസ്ഥാനം, അതുപോലെ തന്നെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം എല്ലാ കാലഘട്ടത്തിലും കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഗവൺമെന്റുകളാണ് അവിടെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പഴയ കാലം മുതലുള്ള ചരിത്രമാണ് അത്. കാരണം അവിടുത്തെ പൊളിറ്റിക്സ് അതാണ്, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അതാണ്, അവിടുത്തെ ഗവേണൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാണ്. ചില സംസ്ഥാനങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് കീർത്തി ആസാദ് പാർട്ടിയിൽ ചേർന്നതും നവജോത് സിംഗ് സിദ്ധു പാർട്ടിയിൽ ചേർന്നതും പറയാത്തത്? നിങ്ങൾ ഈ ഇന്ത്യയിലെ മുഴുവൻ അശ്വനി കുമാറിന്റെ മുഴുവൻ നേതാക്കന്മാരെ പറഞ്ഞപ്പോൾ ബംഗാൾ, കേരളം കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുള്ള ബംഗാളിലെ പാർട്ടിയുടെ സ്ഥിതി പാർട്ടി ഓഫീസ് വരെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസായി മാറിയല്ലോ. എന്താ വിജയരാഘവൻ മിണ്ടാത്തത്? എന്തുകൊണ്ട് മാറി? ജില്ലാ സെക്രട്ടറിമാര് ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തല്ലോ. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറാൻ ആളില്ലാത്ത സ്ഥിതി വന്നല്ലോ. മൂന്നാം സ്ഥാനത്തും 4ാം സ്ഥാനത്തുമാണ് CPM 33 കൊല്ലം ഭരിച്ച ഇന്ത്യയിലെ ഏറ്റവും സുശക്തമായ കമ്മ്യൂണിസ്റ്റ് അടിത്തറയുള്ള ബംഗാളിൽ വരുന്നത്. അത് ആ പാർട്ടിക്കുണ്ടായ അപജയമല്ലേ? അപ്പൊ കേരളത്തിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഒരു കോൺഗ്രസ് ശരിയാണ്, ബംഗാളിൽ പാർട്ടി ഓഫീസുകൾ BJP ഓഫീസുകളായി മാറുന്ന കാഴ്ചയുണ്ടെന്നുള്ള. ഏത് BJP ഏത് ജില്ലയിൽ? വെറുതെ പറയുന്നേ. പിന്നെ കൃത്യമായ ഉത്തരം പറഞ്ഞിട്ട് സതീശൻ എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? സതീശന്റെ പാർട്ടിയിൽ സംഭവിച്ചിരിക്കുന്നത് ബംഗാളിലെ ഒന്നാമത്തെ പാർട്ടിയായിരുന്ന CPIM ഇന്നിപ്പോ കോൺഗ്രസ് കഴിഞ്ഞ രാഷ്ട്രീയ പാർട്ടി, അതായത് 4ാമത്തെ രാഷ്ട്രീയ പാർട്ടിയായി ചുരുങ്ങിയിരിക്കുന്നു. അങ്ങനെ സംഭവില്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് എങ്ങനെയാണ്? വോട്ടിന്റെ ശതമാനത്തിൽ 4ാം സ്ഥാനത്താണ് CPM. അത് ഇദ്ദേഹം വായിച്ച പത്രത്തിൽ അങ്ങനെയാണ്. CPM-നാണ് മമതാ ബാനർജി എന്നാൽ ഏറ്റവും കൂടുതൽ ശതമാനത്തിൽ വോട്ടിട്ട് CPM-നാണ് 4ാം സ്ഥാനത്ത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരുടെയും സീറ്റ് നില പരിശോധിക്കും. സീറ്റ് നിലയിൽ 3ാം സ്ഥാനത്ത്, പക്ഷെ വോട്ടിന്റെ നിലയിൽ തീർച്ചയായിട്ടും 2ാം സ്ഥാനത്ത്. അതെ, വിജയേട്ടനോട് ചോദ്യം, പിന്നെ രണ്ടാളോടുണ്ട്. ആദ്യം നിങ്ങളോട് ചോദിക്കാം. ഇപ്രാവശ്യം ഇപ്പോൾ ഈ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി നിങ്ങളെ സ്ഥാനാർത്ഥിൻ്റെ പേരിൽ 3 അഭ്യർത്ഥന ഇറക്കി. അതിൽ ഒരു അഭ്യർത്ഥനയിൽ പറയണത് അധികാരത്തിൽ വന്നാൽ പിന്നെ എല്ലാ മുസ്ലിം പള്ളികളിലും ഗണേശ വിഗ്രഹം സ്ഥാപിക്കുമെന്ന് പ്രസ്താവിച്ച യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയുമായ രാജ്യമാണിതെന്നാണ് പറഞ്ഞത്. ഈ മുസ്ലിം ലീഗ് പോലും ഇറക്കിയ അഭ്യർത്ഥനയിൽ ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ പേടിപ്പിക്കുന്ന ഒരു ഡയലോഗ് അടിച്ചിട്ടില്ല. എന്തിനു വേണ്ടി ആരുന്നം വെച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്? ഞങ്ങളടിച്ച ഇത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അടിച്ച ഒരു ലഘുലേഖയിൽ ഞാനത് കണ്ടിട്ടില്ല. പക്ഷേ BJP നേതാവ് ഈ നമ്മുടെ ആദിത്യനാഥ് ഉണ്ടല്ലോ, ആദിത്യനാഥ് വന്ന ഒരു 4 ദിവസത്തെ ലക്നോ അനുഭവം എന്താ? പാവപ്പെട്ട ന്യൂനപക്ഷത്തിന്റെ പിന്നെ ഹൃദയത്തിൽ കനല് കോരിടുന്ന അനുഭവം ലക്നോയിൽ പോയവർക്കറിയാം, ലക്നോ കണ്ടവർക്കറിയാം. ഞാൻ ഞാൻ അറിയുന്ന ആളാ സ്വാമി ആദിത്യനാഥ്. നല്ല പരിചയനിക്കുന്നുണ്ട്. പാർലമെന്റിൽ എണീറ്റിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. എന്നോട് പറയരുത്. ഓരോ BJP നേതാവിനും എനിക്കറിയാം, അവരുടെ സംസാരം എനിക്കറിയാം. ഡൽഹിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പാർലമെന്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒരു വസ്തുതയെ പറഞ്ഞിട്ടുണ്ട്, വസ്തുതയില്ലാത്ത വസ്തുത. നിങ്ങൾ ഈ ലക്നോ പട്ടണത്തിൽ പോകും. ലക്നോയിൽ പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് വൈകുന്നേരം ആയാലും ഈ നേരത്തെ ലക്നോയിലെ ഒരു തെരുവുണ്ട്, മുഴുവൻ ഈ ആടിനർത്ത് ജീവിക്കുന്നവരാ. അവര് തൊലിയിട്ട് പോയിട്ടുണ്ടാവും, അവിടുന്ന് പെറുക്കി അങ്ങനെ കൊണ്ടുപോവുക. എത്രയോ മനുഷ്യന്റെ ജീവിതം അത്. ജീവിക്കാനുള്ള ഒരു അവകാശമില്ല മനുഷ്യർക്ക്. ആ ജീവിക്കാനുള്ള അവകാശത്തുമില്ല ചോദ്യം ചെയ്യുന്നത്. പശുവിനെ അറുത്തും ആടിനറുത്തും മലപ്പുറത്തായാലും അങ്ങനെ തന്നെ, മലപ്പുറത്തായാലും അങ്ങനെ തന്നെ. എവിടെയായാലും ഈ ഹിന്ദു തീവ്രവാദം എന്നുള്ള നിലയ്ക്ക് കുറച്ച് ആളുകൾ ഏറ്റവും മോശമായ രൂപത്തിൽ തന്നെയാണ് പെരുമാറിപ്പോരുന്നത്. ഇദ്ദേഹം പറഞ്ഞൊന്നുമല്ല ശരി. ആ ഉത്തർപ്രദേശിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. അവിടുത്തെ പ്രശ്നം അതാ. ഇവരുടെ നിലപാട് എങ്ങനെ? എന്താ അവിടെ ചെയ്തത്? പറഞ്ഞില്ലെങ്കിലും BJP അല്ലെങ്കിൽ സംഘപരിവാർ സർവവ്യാപിയായി മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ. നമുക്കറിയാം, ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞു. 2018-ൽ രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടാൻ പോവുകയാണ്. ഇതാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ 2-ലും സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിയുന്നു.
ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു പുതിയ സാഹചര്യം ഇന്ന് ഉണ്ട് രണ്ടത്താണി. ഞാനൊരു കാര്യം പറയട്ടെ. ഒന്ന്, സത്യത്തിൽ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒന്ന് ജനാധിപത്യത്തെ അറുകൊല ചെയ്യുന്ന ഒന്നാണ്. ഒന്ന് ഗോവ, മണിപ്പൂർ. അവിടെ ആരെ വിളിക്കേണ്ടത്? ഒരു ഗവർണർ, ഗവൺമെൻറ് ഉണ്ടാക്കാൻ വിളിക്കേണ്ടത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വിളിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ വിളിക്കണം. വിളിച്ചില്ല. ജനാധിപത്യത്തിനെ അറുകൊല ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ കാശ് കൊടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള അവസരം സൃഷ്ടിക്കുന്ന നാടകം നടന്നു. പോകട്ടെ, 300-ലധികം പേർ ജയിച്ചു UP-യിൽ. ആ ജയിച്ച മാർഗം വേറെ പറയാം. ആ 300-ലധികം പേര് ജയിച്ചു വന്നിട്ട് പോലും ഒരെണ്ണം പോലും മുഖ്യമന്ത്രിയാകാൻ യോഗ്യത ഉണ്ടായില്ല. യോഗ്യതയുള്ള ഒരാൾ മാത്രമാണ് കണ്ടത്, യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥിൻ്റെ യോഗ്യത ഗോരഖ്പൂർ ക്ഷേത്രത്തിലെ പൂജാരിയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു. ഒരു പൂജാരി എപ്പോഴും നല്ല മാനസികമായി നല്ല അവസ്ഥയുള്ള ഒരാളായിരിക്കണം. പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഇടക്കാലത്തുണ്ടായ പ്രസ്താവനകളും ഉത്തരേന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകൾ വഴി ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ എന്തിനാണ് ഇതുപോലെയുള്ള ഒരാളെ തിരഞ്ഞെടുത്തത് എന്നതാണ്. ഞാൻ പറഞ്ഞില്ല, നിയമസഭ കൂടുന്നതിന് മുമ്പ് 50 നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ നിയമങ്ങൾ നിങ്ങൾ അനുസരിക്കണം, അനുസരിക്കാത്തവർ UP-യിൽ നിൽക്കേണ്ടതില്ല എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്താ ഈ രാജ്യത്ത് പറയേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞ നികേഷ് ഒന്നിലേക്ക് പറ്റും. ഞങ്ങൾക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ ഇവിടെ ഇവരൊന്നായിട്ട് കൂട്ടിപ്പിടിക്കാൻ പോകണമല്ല. UP നൽകുന്നൊരു പാഠം എന്താണ്? സത്യത്തിൽ ബീഹാറിൽ മഹാസഖ്യത്തെ പോലെ UP-യിൽ അഖിലേഷ് യാദവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കയറി ആ വാഹനത്തിൽ മായാവതി കൂടി കയറിയിരുന്നെങ്കിൽ UP-യുടെ ചിത്രം മറ്റൊന്നാകുമായിരുന്നല്ലോ. ഏത് സ്റ്റേഷനിലെ വോട്ട് എണ്ണിയോലും നിങ്ങൾക്കറിയാം, മതേതര വോട്ടുകൾ ഭിന്നിച്ചപ്പോഴാണല്ലോ ഇവർ ജയിക്കുന്നത്. 6-4 തമ്മിൽ മത്സരിച്ചാൽ 6 ജയിക്കും, പക്ഷേ 6-3-3 4 ജയിക്കും. ഇവിടെ സംഭവിച്ചതാണ്. അപ്പോൾ അവിടെ മതേതര മുന്നണികളുടെ ഐക്യമുണ്ടാകും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മതേതര കക്ഷികൾ ഒരുമിച്ച് നിന്നുള്ളൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതോടുകൂടി എനിക്ക് ഇടതുപക്ഷ അനുഭാവിയോടാണ് ചോദിക്കാനുള്ളത്. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ച ഇത്രത്തോളം സന്തോഷകരമാവുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്ന രീതി. നേതാക്കന്മാർ ഇടതുപക്ഷം സംസാരിക്കുന്ന ശൈലി അങ്ങനെയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സൊക്കെ BJP-യിലേക്ക് പോകുന്നു എന്ന് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, പത്രമാധ്യമങ്ങളിലാണെങ്കിലും ശരി, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ ഇതിനൊരു ബദലാവാൻ എങ്ങനെയാണ് അവർക്ക് സാധിക്കുക എന്നതാണ് എൻ്റെ ചോദ്യം. അല്ല, ഇവിടെ ഈ നിലയിൽ എല്ലാ സംവിധാനങ്ങളെയും പിടിച്ചടക്കുമ്പോൾ ഒരുപക്ഷെ ഭൂരിപക്ഷം ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും അധികാരത്തിലേറാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നു. കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ള BJP-ക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും യോഗി ആദിത്യനാഥ് മാത്രമല്ല, കറകളഞ്ഞ RSS പരിവാറുകാരനാണ് മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുകൊണ്ടാണോ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ പോകുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ആര് വിചാരിച്ചാലും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഞങ്ങളെപ്പോലെ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരാളില്ല. അതായത് സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾ. പക്ഷെ ഇവർ രക്ഷപ്പെട്ടില്ല. ആ മൻമോഹൻ സിംഗിനെ പിടിച്ച് പ്രധാനമന്ത്രി ആക്കി കൊടുത്തു, എന്നിട്ടും രക്ഷപ്പെട്ടില്ല. ഇവരെ ആക്കി കൊടുത്താൽ എന്താ സംഭവിക്കാമോ? ഇവർ BJP-യുടെ ശക്തി വർദ്ധിപ്പിച്ച് അവരുടെ കയ്യിലേക്ക് ഇതാണ് കൊടുക്കും. ഇപ്പോൾ കൊണ്ടുപോയി കൊടുത്തല്ലോ. എങ്ങനെ കൊടുക്കുന്നത്? ഇവരുടെ ഒരു മൃദു ഹിന്ദുത്വമുണ്ട്. ഇവർക്ക് മനസ്സിലാവില്ല. ആർക്ക്? ലീഗർക്ക് അത് മനസ്സിലാവില്ല. തൊപ്പിക്കുടയോളം കണ്ടാലും ഇത് ചന്ദ്രൻ ഉദിച്ചു എന്ന് തിരിച്ചറിയാനുള്ള പരിമിതി അവർക്കുണ്ട്. ആ പരിമിതിയിൽ നിന്നാണ് ഇവർ സംസാരിക്കുന്നത്. പക്ഷേ വസ്തുതയാണ്, ആര് വിചാരിച്ചാലും ഈ കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അത് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഞങ്ങൾ ഉൾപ്പെടെ നോക്കിയിട്ട് ഞങ്ങളും പോയി അവരും പോയി എന്നല്ലാതെ ഇവരൊപ്പം നിന്നാൽ ഒപ്പം നിന്നവൻ പോകും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നാടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ നാട് ഒരിക്കലും അക്കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇത് മതനിരപേക്ഷതയെ സംരക്ഷിച്ചു പോകും. സാറ് പറയുന്നതും ശ്രീ വിജയരാഘവൻ സാർ പറയുന്നു ഒരേ സംഗതിയാണ്. ഇതന്നെ ഞങ്ങൾ പറയുന്നത്. ഇപ്പം യോഗി ആദിത്യനാഥിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഈ രാജ്യത്ത് 19% മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് UP. ആ UP-യിലെ 73 സീറ്റുകളിൽ 40 സീറ്റ് മുസ്ലിം സാന്നിധ്യമുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ തന്നെ ജയിച്ചിരിക്കുന്നത് BJP-യാണ്. 40 സീറ്റിലാണ് ജയിച്ചത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ വോട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല എന്നൊക്കെയാണ് ആരോപണം. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മിനിറ്റ് വിജയരാഘവൻ പറഞ്ഞതാണ്. അത് രക്ഷയില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് BJP സ്വീകരിക്കാം. അവിടുത്തെ RSS-കാരൻ അവിടെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലും അവിടുത്തെ ഭരണം നല്ലതാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി ആരാണ്? RSSകാരനല്ലേ? ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ എടുത്ത് നോക്കൂ, അവിടെ പാർലമെന്റിൽ ചോദ്യം ചോദിച്ചതിന് ഉത്തരം കിട്ടിയപ്പോൾ ഏറ്റവും കുറഞ്ഞ രാജ്യത്ത് വർഗീയ കലാപങ്ങളും ഏറ്റവും കുറഞ്ഞ ഭീകരാക്രമണവും നടന്നത്, ഏറ്റവും കുറഞ്ഞ ആളുകൾ മരിച്ചത് ഈ പ്രാവശ്യമാണ്. ഈ BJP അധികാരത്തിൽ വന്ന ശേഷമാണ്. അതായത് BJP അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്തെ മതേതരത്വം സൂക്ഷിച്ചിട്ടുള്ളൂ, ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളെ സൂക്ഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന പ്രചരണമുണ്ടല്ലോ, കോൺഗ്രസ് രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയണോ? പിന്നെ ആർക്കാണ് രക്ഷിക്കാൻ പറ്റുക? കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് ഇല്ലാതായി പോയിരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ആകെയുള്ളത് 9 പേരാണ് ആകെയുള്ളത്, മുസ്ലിം ലീഗിന് 2ആണത്. പിന്നെ ആർക്കാണ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റുക? രാജ്യത്തെ രക്ഷിക്കാൻ പറ്റാവുന്ന 17 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJPക്കാണ്, കേന്ദ്രം ഭരിക്കുന്ന BJPക്കാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ നേരത്തെ നികേഷിനെ സൂചിപ്പിച്ചാൽ ഇനി വരുന്ന 2018 വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും BJPയാണ് ജയിക്കുക എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു. 2019 ഇവിടെ ഹലാലുള്ള ബീഫ് നൽകുമോ ഇല്ലയോ? അതാണോ അവിടുത്തെ വിഷയം? അല്ല, വിഷയം എന്താണ് ഞാൻ പറയണേ? കാര്യങ്ങൾ അതെന്താ വെച്ചാൽ ഇവിടെ ഞാനൊരു മീറ്റ് പ്രസ്സിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ കൃത്യമായി ഞാൻ വിശദീകരിച്ചു. ഈ കൃത്യമായി വിശദീകരിച്ചതിൻ്റെ നടുവിലുള്ള കാര്യം, അതായത് എല്ലാ സ്ഥലത്തും പരിഷ്കരണം വേണം. അത് ബീഫ് കടയാണെങ്കിലും പരിഷ്കരണം വേണം, സ്കൂളാണെങ്കിലും പരിഷ്കരണം വേണം. അതിൽ പരിഷ്കരണം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പരിഷ്കരണം വേണമെന്ന് പറയുന്നത് ഇപ്പോൾ അവർ പ്രതിരോധത്തിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പ്രസംഗിച്ചത് എന്താണ്? ഒരു കാര്യം പറയട്ടെ BJP നിയമപരമായിട്ട് നിയമത്തെ മാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നിയമത്തെ മാനിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മതാധിഷ്ഠിത രാജ്യമായ ബഹ്റൈനിൽ നിന്നൊരു വാർത്തയുണ്ട്. അവിടെ പന്നിയിറച്ചി നിരോധിക്കണം എന്നാവശ്യപ്പെട്ട ഒരാൾ കോടതിയിൽ പോയി. അത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ആഹാരമാണ്, അത് നിരോധിക്കുന്നത് അവരുടെ ആഹാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന് കണ്ട് കോടതി ആ വാദം തള്ളി. സമാനമായ വിധത്തിൽ ഇവിടെ ബീഫ് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. താങ്കൾ പറയുന്നു നല്ല AC-യിൽ ഹലാലുള്ള ബീഫ് ഇവിടെ നൽകുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ കേരളത്തിന്റെയും ഇന്ത്യയുടെ നിയമത്തിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ സംഗതികളും പരിഷ്കരിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ പറഞ്ഞത് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് വളച്ചുകെട്ടുള്ളതാ. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇതേ ചോദ്യം യോഗി ആദിത്യനാഥ് അവിടെ ബീഫ് കടകൾ, ലൈസൻസ് ഇല്ലാത്ത ബീഫ് കടകൾ നിർത്തലാക്കി എന്ന ചോദ്യത്തിന് പറഞ്ഞ കേൾക്കൂ. പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള അവസരം തരാതെ ചോദിച്ചത് എന്താ കാര്യം? ഒരു ഒറ്റവാക്കിൽ പറയാവുന്ന ഉത്തരമല്ലല്ലോ. ഞാൻ ഉത്തരമല്ല വിശദമായി പറയുന്നത്. ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറഞ്ഞു. ആ ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു BJPയുടെ നിലപാട് ഇന്നതാണ്, ഇവിടെയുള്ള നിയമം ഇന്നതാണ്, നിയമത്തിൻ്റെ പരീക്ഷയിൽ ചെയ്തുകൊണ്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ പരിഷ്കാരം എന്ന് പറയുന്നത് ഇവിടെ BJP ഒരു വിഭാഗത്തിനെതിരാണ് എന്നും BJP ഒരു മതത്തിനെതിരാണെന്നും മതന്യൂനപക്ഷങ്ങൾക്ക് ഭീതി പരത്തുന്ന രീതിയിലുള്ള മുഖ്യമന്ത്രി രമൺ സിംഗ് പറയുന്നത് ഗോവധം വധശിക്ഷ നൽകേണ്ട കുറ്റമാണ് എന്ന്. ഗുജറാത്ത് മുഖ്യമന്ത്രി പറയുന്നു ജീവപര്യന്ത തടവ് ശിക്ഷ നൽകണമെന്ന്. താങ്കൾ പറയുന്നു പശു ഇറച്ചി ബീഫ് എന്ന് പറഞ്ഞാൽ പശു ഇറച്ചിയാണോ? എന്ത് വിവേചനമാണ്? തെറ്റാണത്. ഗോവധത്തിനെതിരെ നികേഷ് പറഞ്ഞേക്കൂ. ഗോവധത്തിനെതിരെയാണ് BJP എന്റെ ലൈവ് പോസ്റ്റ്, എന്റെ ഫേസ്ബുക്ക് ലൈവ് കൃത്യമായി കേട്ടാൽ മനസ്സിലാവും. എന്റെ ഫേസ്ബുക്ക് ആ മീത്ത പ്രസ് കൃത്യമായി ഫേസ്ബുക്കിലുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് കേട്ടാൽ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചതെന്നാ പറഞ്ഞതെന്ന്. പറഞ്ഞോ? ഇല്ല, അറിയാത്ത. പശു, കിടാവ്, കാള ഇതാണ് ഇവിടെ ഗോവധത്തിൽ നിരോധിച്ചിട്ടുള്ളത്. എരുമേനും പോത്തിനും നിരോധിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ മാധ്യമക്കാരാണ് ഇത് വലിയ വിവാദമാക്കുന്നത്. ഈ രണ്ടോട് ചോദിക്കാണ്ട് 5 കൊല്ലം UPA ഭരിച്ചപ്പോ കേരളം ഭരിച്ച UPA കോംപ്ലക്സ് ഇവിടെ വന്നത് പോലും നേടി തന്നിട്ടില്ല. എന്ത് ചെയ്തു? രാജസ്ഥാന് ഭരിക്കുന്നത് BJP ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചാനലുകളിലും കണ്ടതാണ്. കച്ചവടത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു വാഹനം തടഞ്ഞു വെച്ചിട്ട് അതിലുള്ള ഒരാളെ പുറത്തേക്ക് ഇറക്കിയിട്ട് റോട്ടിലിട്ട് പച്ചക്ക് തല്ലിക്കൊന്ന കാഴ്ച. BJPക്കാര് ഗോ സംരക്ഷണ സേന എന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ പല സംസ്ഥാനങ്ങളിലും, ഇതിനു മുമ്പാണ് മറ്റൊരു സംസ്ഥാനത്ത് 2 ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞ് കെട്ടി തൂക്കിയത്. മുഹമ്മദ് അഖ്ലാഖിനെ വീട്ടിൽ കയറിയിട്ട് മകള് പറഞ്ഞു, സാജിദ മകള് പറഞ്ഞു വീട്ടിലത് ആട്ടിറച്ചിയാണെന്ന് പറഞ്ഞു. ആട്ടിറച്ചിയാണെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ആ നാട്ടിൽ പോയിട്ട് അവരെ വീട്ടിൽ കയറിയിട്ട് തല്ലിക്കൊന്നു. അപ്പൊ നിങ്ങൾ പറയാം അവിടെ ജയിച്ചില്ലെന്ന്. ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ UPയിലും ഡൽഹിയിലും പോയതാണ്. അവിടെ സാധാരണക്കാരോട് വരെ ചോദിച്ചു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് എങ്ങനെ ജയിക്കുന്നത്. അവർ പറഞ്ഞു മുസഫർ നഗർ ആവർത്തിക്കും, മുഹമ്മദ് അഖ്ലാഖ് ആവർത്തിക്കും, അത് ഇല്ലാതാണെങ്കിൽ BJPയുടെ കൂടെ നിൽക്കണം എന്നുള്ളത്. അവിടുത്തെ സൈക്കിൾ റിക്ഷ വലിക്കുന്നവരാ
ഞങ്ങളോട് പറഞ്ഞത്. അവരെ കൂടെ വണ്ടിയിൽ സഞ്ചരിച്ചപ്പോൾ സംസാരിക്കാൻ പോലും അവർക്ക് ഭയം. BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ ശേഷം ഭയം എന്ന വികാരം പിടികൂടിയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ കൃത്യമായ നിലപാട്? ഞാൻ കൃത്യമായ നിലപാട് പറയാം. BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ ശേഷം മുസ്ലിങ്ങളുടെ മനസ്സിൽ ഒരു ഭയവുമില്ല. ഭയാശങ്ക ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഭയാശങ്ക, മുസ്ലിം ലീഗും മാർക്സിസ്റ്റ് പാർട്ടിയും ഭയാശങ്ക ജനങ്ങൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ധാത്രിയിൽ അങ്ങ് പറഞ്ഞല്ലോ, ധാത്രി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തല്ലേ, ഏറ്റവും കൂടുതൽ ചാനലുകൾ ഉറക്കുവെച്ച് ചർച്ച ചെയ്ത വിഷയമാണ് ധാത്രിയിൽ BJPയുടെ MP ജയിച്ചത് 80,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് MLA ജയിച്ചത്. അത് താങ്കളെന്താ മനസ്സിലാക്കുന്നത്? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ. ശ്രീപ്രകാശ്, താങ്കൾ എന്താ അതിന് മറുപടി പറയാത്തത്? ഇത്രയും ആളുകൾ ബീഫ് കൊടുക്കാൻ തീരുമാനിക്കാൻ കേരളത്തിൽ അങ്ങനെ ഒരു നയം ഉണ്ടാവില്ലേ? കേരളത്തിൽ എന്തുണ്ടാവില്ല? കേരളത്തില് ഈ ബീഫുമായി ബന്ധപ്പെട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയുന്നത്, ഗുജറാത്ത് മുഖ്യമന്ത്രി പറയുന്നത്, ദാദ്രയിൽ സംഭവിച്ചത്, രാജസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത്, ഇതെല്ലാം തെളിയിക്കുന്നത് ആ മേഖലയിൽ പശുക്കളെ ആയാലും കാളകളെ ആയാലും കർഷകരുടെ വരുമാന മാർഗമാണ് എങ്കിൽ കൂടി അതിനെ കൊല്ലാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. കേരളത്തിൽ വ്യത്യസ്തമായ സമീപനം താങ്കൾ സ്വീകരിക്കുന്നു. ഈ ഗോവധ നിരോധന നിയമം ഏറ്റവും കൂടുതൽ ഗോവധ നിരോധന നിയമം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ നടപ്പാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. അതെന്താ മനസ്സിലാക്കാത്തത്? ആ കോൺഗ്രസ് പാർട്ടി BJPയെ പ്രതിനിധീകരിക്കുന്ന സാറിനോടാണ് ചോദ്യം. കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. കേരളം ഭരിക്കുന്നത് ഇനി BJP ആണെങ്കിൽ ഇവിടെ ബീഫിൻ്റെ പ്രശ്നം എന്തായിരിക്കും? ബീഫ് നിരോധിക്കുമോ അതോ ബീഫ് യഥേഷ്ടം കിട്ടുമോ? BJPയുടെ കൃത്യമായ നിലപാടുണ്ട് ഈ വിഷയത്തിൽ. BJPക്ക് കൃത്യമായ നിലപാടുണ്ട്. BJP ഗോവധത്തിനെതിരാണ്. ഗോവധം നിരോധനം നടത്തണമെന്നാണ് BJPയുടെ നിലപാട്. അതിന് BJP എതിരാണ്. അതായത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടണമെന്നാണ് BJP പറയുന്നത്. അല്ലാതെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു, 2.5 വർഷം കഴിഞ്ഞു അധികാരത്തിൽ വന്നിട്ട്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കും, നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ല, ഇന്നത്തെ പത്രം മനോരമ പത്രത്തിൻ്റെ 6-ാമത്തെ 7-ാമത്തെ പേജിലുള്ള ന്യൂസാണ്. പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി. ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഇവിടുത്തെ സാധാരണക്കാർക്കും സംരക്ഷണം കിട്ടിയിട്ടുള്ള ഒരു ഭരണമാണ് ഈ കാലത്ത് നടന്നിട്ടുള്ളത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ അല്ല. ഞാൻ വരാം ശ്രീ പ്രകാശ്, താങ്കൾക്ക് മറുപടി പറയാം. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ 2014 കൂടുതൽ ഊർജിതമായ വോട്ടെടുപ്പാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ആരാണ് ജയിക്കുക എന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം കാത്തുനിന്നാൽ മതി. ഇടതുപക്ഷ സഹയാത്രികനായ രാഘവൻ സാറോടാണ്. നിങ്ങൾ ഈ മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പ്രചരിപ്പിച്ചത് ഫാസിസത്തെ ചെറുക്കാൻ, BJPയെ ചെറുക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിനെ കൊണ്ടേ CPM-നെ കൊണ്ടേ കഴിയുമെന്നുള്ളതാണ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഗുജറാത്തിൽ മുസ്ലിങ്ങളെ ഫുള്ള് നരകത്തെ ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്ന അന്നത്തെ അവിടുത്തെ അസിസ്റ്റന്റ് DGP ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റയെ ഇവിടെ DGP ആയിട്ടാണ് നിങ്ങൾ നിയമിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ പോയിട്ട് പിണറായി സാറ് മോഡിയുമായിട്ടുള്ള ചർച്ചയിലാണ് നിങ്ങൾ ലാബിനിൻ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ബെഹ്റയെ ഇവിടെ DGP ആയി നിയമിച്ചിട്ടുള്ളത്. ഈ RSSകാരനായിട്ടുള്ള DGP ബെഹ്റയെ ഇവിടെ നിയമിച്ച നിങ്ങൾ എങ്ങനെയാണ് ഈ ഫാസിസത്തെ പ്രതിരോധിക്കുന്നത്? ഇതൊക്കെ വിവരമില്ലാത്തൊരു ചോദ്യട്ടാ. ഇങ്ങനെ ബെഹ്റ അവിടെ ഡെപ്യൂട്ടിയല്ല, അദ്ദേഹം RSSും അല്ല, അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ DGPയെ നിയമിക്കുമ്പോൾ അതിൻ്റെ സീനിയോറിറ്റി ഒക്കെ നോക്കണം. വെറുതെ നിയമിക്കാൻ പറ്റില്ല. അതിൻ്റെ സീനിയോറിറ്റി നോക്കി കേരള പോലീസിൽ നിന്ന് നമ്മളങ്ങ് തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനെ അങ്ങനെയാണ് നിയമിക്കുക. അത് അറിയാതെ ചോദിക്കുക, അങ്ങനെയൊക്കെ ചോദിക്കാം. അങ്ങനെ ലീഗറിനെ വെച്ചാൽ മനസ്സിലാക്കിക്കൊള്ളു. അങ്ങനെയല്ല ചോദിക്കേണ്ടത്. നല്ല നിലയിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു. ശ്രീ വിജയരാഘവൻ സാറിനോടാണ് ചോദ്യം. സാറ്, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ എടുത്തിട്ട ഒരു മുഖ്യ വിഷയം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിലെ ഫാസിസത്തെ നേരിടാൻ ഇടതുപക്ഷത്തിനെ കൊണ്ടേ സാധിക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണങ്ങളാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു സംശയകരമായിട്ടുള്ള ഒരു ചോദ്യം എന്നത് പറയുന്നത്, ഒന്നാമത് എന്താ വെച്ചാൽ, ഇടതുപക്ഷം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഫാസിസത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം സാധിക്കൂ എന്ന് നിങ്ങൾ പറയാൻ കാരണം, ഇടതുപക്ഷം കുറച്ച് ആളുകൾ RSSലേക്ക് ഇടതുപക്ഷത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങൾ മർദ്ദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് കാണിച്ചു എന്നതാണോ നിങ്ങൾ ഇടതുപക്ഷത്തെ പ്രതിരോധിക്കുന്നത്? കായികമായി RSSനെ നേരിടാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസപ്പുറത്താണോ അതിനും ഒരു കഴിവ് വേണട്ടാ. വിറക്കരുത്. അവന്റെ കാപ്തിയുടെ മുന്നിൽ ബദറിപ്പോരുത്. നിൽക്കണം അവിടെ. ഒരാളാണെങ്കിൽ നിൽക്കണം. അത് തന്നെ ഞങ്ങൾ പറയുന്നത്. ഒരാളാണെങ്കിലും അതിനെതിരായി നിന്ന് മരിച്ചങ്ങ് വീഴും. ആ ധൈര്യത്തിലാണ് ഞങ്ങളൊക്കെ ഈ കൊടി പിടിച്ചെടുക്കുന്നത്. അതില്ലാത്തവരുടെ കൂടെ ഒന്നും നിൽക്കണ്ട മോനെ.
എനിക്കുള്ള ചോദ്യം രണ്ടത്താണി സാറിനോടാണ്. ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ മതനിരപേക്ഷമായിട്ടുള്ള ഒരു കേന്ദ്രം നമ്മൾ ഉണ്ടാക്കും പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിലെ മുൻനിര നേതാക്കളായിട്ടുള്ള റീത്ത ബഹുഗുണ, അതേപോലെ തന്നെ SN പ്രകാശ് മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ കൂട്ടത്തോടെ ഇതിലേക്ക് BJP-യിലേക്ക് ഓടിപ്പോവാണ്. അങ്ങനെയുള്ള സമയത്ത് ഞങ്ങളൊക്കെ ഭീതിയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയാണ് മതനിരപേക്ഷമായിട്ടുള്ള ഒരു കേന്ദ്രം ഞങ്ങൾ നിങ്ങളെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ മാറ്റിയെടുക്കാൻ കഴിയാം? ഞാൻ പറഞ്ഞല്ലോ, രാജ്യത്ത് ഇപ്പോൾ ഈ അധികാരമോഹികളായ ആളുകൾ ഉണ്ടാകും എല്ലായിടത്തും. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ മുന്നണിയുടെ MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനൊക്കെ അങ്ങോട്ട് പോയത്. ഞാൻ പറയട്ടെ, അങ്ങോട്ട് പോയത് അതുകൊണ്ടാണല്ലോ. ഇപ്പൊ വിശ്വനാഥിന്റെ പേര് പറഞ്ഞല്ലോ, വിശ്വനാഥ് പോയത്. എത്ര ആളുകൾ അങ്ങനെ പോയി? അതല്ല ഞാൻ പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നവരെ ഇങ്ങോട്ട് വരുന്നവരല്ല. ഇന്ത്യക്ക് ആവശ്യം എന്ന് പറയുന്നത് മതേതര മുന്നേറ്റമാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കണക്കൊന്നും എടുത്തത്, കാരണം ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മുസ്ലിം കേന്ദ്രങ്ങളൊക്കെ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടുള്ള ദയ്യൂബന്തിൽ BJP-യുടെ ബ്രിജേഷ് വാങ്ങുന്നത് 1,01,977 വോട്ട്. മാജിദ് അലി BSP 72,654, മാവിയ അലി സമാജ്വാദി പാർട്ടി 55,278. അവർ രണ്ടുപേരും കൂടി വാങ്ങിക്കുന്നത് 1,50,000 വോട്ട്. ഞാൻ പറയട്ടെ, ഇവിടെ അങ്ങനെ ചെയ്യായിരുന്നില്ല. ഞാൻ പറയുന്നത് ഇതുപോലെ നജിദാബാദ് 57,800. ബീഹാറിൽ ഉണ്ടായതുപോലെ തന്നെ ഒരു മഹാസഖ്യം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി മതേതര കക്ഷികൾക്ക് ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പോടുകൂടി ഇവിടെ അന്ത്യം കുറിക്കപ്പെടുകയും ചെയ്യും. ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് എന്തിനാണ് നമ്മുടെ ഫൈസലും കുഞ്ഞാലിക്കുട്ടിയും കൂടി മത്സരിച്ചത്? നിങ്ങൾക്ക് ഒരു സഖ്യം ഒറ്റ സ്ഥാനാർത്ഥി നിങ്ങൾ ഈ മതനിരപേക്ഷ സഖ്യം എന്ന് പറയുന്നത് ഈ സഖ്യം ഇവിടെ BJP ഒരു പക്ഷേ ഇത്തവണ ഞാൻ മലപ്പുറത്ത് അദ്ദേഹം പറയുന്നുണ്ടല്ലോ 6 ഇരട്ടി എന്നൊക്കെ. 6 ഇരട്ടി പോയിട്ട് എന്റെ താനൂര് മണ്ഡലത്തിൽ 14,000 വോട്ട് മുമ്പ് വാങ്ങിച്ചിരുന്നവർക്ക് ഇത്തവണ കിട്ടിയത് 11,000 ആണെങ്കിൽ അതുപോലെ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥ താനൂർ ഈ മണ്ഡലത്തിൽ ഇല്ല. സാർ അത് മനസ്സിലാക്കി. ഇന്ത്യയിൽ 2 സീറ്റിൽ ജയിക്കുന്ന പിന്നെ കഴിഞ്ഞ UPA ഗവൺമെന്റ് ഭരിക്കുമ്പോ കേരളം ഭരിച്ചിരുന്നത് UDF ആണ്. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിന്. 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിന്. ഇവർ കേരളത്തിന് എന്ത് നേടിത്തന്നു? കേരളത്തിൽ ഇവിടെ മലപ്പുറം ജില്ലയിൽ വന്നൊരു ഇഫ്ലു ക്യാമ്പസ് ഉണ്ട്. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അല്ല, ഇതിൽ വേറൊരു കാര്യം നികേഷ്, ഒരു കാര്യം പറയട്ടെ. ഇവർ പറയുന്ന മതനിരപേക്ഷ കക്ഷികൾ ഒന്നിച്ച് നിൽക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ലേ? വളാഞ്ചേരി ഉണ്ടായത് ഇതല്ലേ? ഉണ്ടായിരുന്നവർ ഗൂഢാലോചന നടത്തിയല്ലേ സ്ഥാനാർത്ഥി തീരുമാനിച്ചത്? തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്ത് ഈ 2 കക്ഷികളും ഒന്നിച്ച് മത്സരിക്കണം. ഞങ്ങൾ പറഞ്ഞു എല്ലാവരും ഒന്നിച്ച് BJP-ക്ക് മത്സരിക്കണം. അപ്പോഴാണ് BJP-യെ ജനങ്ങൾ ശരിക്കും ചോദ്യം. ഇപ്പൊ ഇന്നലെ ഒരു LDF-ന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു PDP-യുടെ വോട്ട് വേണ്ട എന്ന്. അപ്പൊ ഇതിനു മുമ്പ് പൊന്നാനിയിൽ ഉസൈരണ്ടത്താനിയും മത്സരിച്ച അബ്ദുൽ നാസർ മാദനുമായി വേദി പങ്കിട്ടവരാണ് CPM. അപ്പൊ അന്ന് ഇന്നും എന്ത് മാറ്റമാണ് PDP-ക്ക് വന്നതെന്ന് അറിയാൻ വലിയ താല്പര്യമുണ്ട്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് ഒരു വർഗീയ സ്വഭാവമുള്ള മുന്നണി ഉണ്ടായിക്കൂടാ. തീവ്ര ഹിന്ദുത്വത്തിന് പകരം തീവ്ര ഇസ്ലാമില്ല. ഇന്നത്തെ കാര്യല്ലേ? ഇന്ന് BJP, ഇന്ന് നരേന്ദ്രമോദി വന്ന് അറിഞ്ഞിട്ടില്ല ഒന്നുണ്ടല്ലേ? നരേന്ദ്രമോദി വന്നിട്ട് നിൽക്കുക. അത് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലേ വേറെ ജോലി നോക്കാല്ലേ? നരേന്ദ്രമോദി ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ സ്വഭാവമാണ്. വർഗീയവാദിയുടെ ചോദ്യം. ഇതുകൊണ്ടാണ് ഇടതുവശത്ത് ആരും പിന്തുണക്കാത്തത്. ഓരോ നേതാവിന്റെ മറുപടി എന്താണെന്നറിയോ? PDP നേതാവ് പറഞ്ഞത് രഹസ്യമായി ചർച്ച നടത്തി ഞങ്ങൾ തീരുമാനിച്ചതാണ്. അത് ശ്രീ വിജയരാഘവൻ അറിഞ്ഞു കാണില്ല. അധികം ഇലക്ഷന്റെ തിരക്കിലായിരിക്കും എന്നാ പറഞ്ഞത്. അതിന് മറുപടി പറഞ്ഞില്ല. അതിന് ശ്രീ വിജയരാഘവൻ മറുപടി പറഞ്ഞില്ല. ഇതാർക്കാ വോട്ട് കിട്ടിയത്? PDP, SDPI തന്നെ കൃത്യമായി പറഞ്ഞല്ലോ. CPM-ന്റെ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തിയാണ് ഞങ്ങൾ ഈ വോട്ട് നൽകാൻ തീരുമാനിച്ചത്. അത് വിജയരാഘവൻ അറിഞ്ഞിട്ടുണ്ടാകില്ലെന്ന് അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാനത് പറഞ്ഞോ കേൾക്കാം.
ഞാനത് കൃത്യമായി മറുപടി പറഞ്ഞു. എനിക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ആരറിയോ? എ വിജയരാഘവൻ മുസ്ലിം വിരുദ്ധനാണ് എന്നാണ് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ആര് തന്നിരിക്കുന്നത്. ഞാൻ ഞാൻ എന്നും എല്ലാ കാര്യത്തിലും ഞാൻ ഈ നാട്ടിൽ കൂടെ നടന്നു പോകുന്ന ഒരാളാണ്. ഈ നാട്ടിൽ കൂടെ, ഈ മലപ്പുറത്ത് കൂടെ ഞാൻ ഇവിടെ ജനിച്ച് ജീവിച്ച് കയ്യും കാലും കേട്ട് നടന്നു ഒരാളാണ്. എല്ലാവർക്കും അറിയാം ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയും. ഞാൻ എന്നും മതനിരപേക്ഷതയുടെ വക്താവാണ്. ഞാൻ എന്നും ന്യൂനപക്ഷത്തിന്റെ കൂടെ വന്നിട്ടുള്ള ഒരാളുമാണ്. അതിലൊന്നും എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അത് PDP യൂണിവേഴ്സിറ്റി പറയുന്നത്. അല്ല, എനിക്ക് ലീഗുകാരന് ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. അത് ഞാൻ ആദ്യം പറഞ്ഞു. ഒരു സർട്ടിഫിക്കറ്റ് മുസ്ലിം ലീഗുകാരെ എനിക്ക് വേണ്ട. തഞ്ചത്തിന് BJPയുടെ കൂടെ പോയവരാ. നേതാക്കന്മാരെ ഞങ്ങളുമായി ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ ഫൈസലിന് പിന്തുണ നോക്കാൻ പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞപ്പോൾ ശ്രീ വിജയരാഘവന് ഇന്നേ വരെ അതിന് മറുപടി പറഞ്ഞില്ല. ഇന്നേ വരെ മറുപടി പറഞ്ഞില്ല. അതായത് വോട്ട് വേണ്ട, വോട്ട് വാങ്ങിക്കുകയും വോട്ട് കിട്ടിയെന്ന് ആളുകൾ അറിയാനും പാടില്ല. ഇല്ലാത്ത നിങ്ങൾ ഈ ലീഗരൊപ്പം പോയിട്ട് വോട്ട് കൊടുത്തല്ലേ BJP? നിങ്ങൾ ലീഗിന് വോട്ട് ചെയ്തല്ലേ BJP? നിങ്ങളല്ലേ ഇവിടെ പോയിട്ട് വോട്ട് ചെയ്ത് ലീഗിന് വോട്ട് ചെയ്ത് എത്ര വോട്ടായി? മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ നിങ്ങൾ ആർക്കാ ലീഗിനാ പിന്തുണ? BJP. ഞാൻ ആർക്കറിയാത്തവിടെ TP സെൻകുമാറിനെ DGP സ്ഥാനത്തിൽ നിന്ന് മാറ്റിയിട്ട് ഗുജറാത്ത് കേഡർ IPS ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നതിന് ശേഷം കേരളത്തിലെ പോലീസിന്റെ നിലപാടിൽ ഞങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യം, ഒരേ കുറ്റം ചെയ്തവർക്കെതിരെ രണ്ട് നീതി കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, ശശികല ടീച്ചർക്കെതിരെ പോലീസ് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുമ്പോൾ അപ്പുറത്ത് അതേ കുറ്റം ചെയ്ത ശംസുദ്ദീൻ പാലത്തിനെതിരെ UAPA സ്വീകരിച്ചു. കാസർകോട്ട് ശരീഅത്ത് സംരക്ഷണ റാലിയിൽ പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ കുറ്റം ചുമത്തി. എത്ര മുദ്രാവാക്യങ്ങൾ എത്ര തെരുവോരങ്ങളിൽ നടക്കാറുണ്ട്. കേരളത്തിലെ പോലീസ് വളരെ നീതി രണ്ട് തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കൊടിഞ്ഞിയിലെ കൊലപാതകം. റിയാസ് മൗലവിയെ കൊന്നപ്പോൾ 9 വർഷം അവിടെ ജോലി ചെയ്ത നാട്ടിൽ മയ്യത്ത് നിർത്താതെ നേരെ പോലീസ് കൊണ്ടുപോവുക ചെയ്തത് എന്നുള്ളത്. ഈ ഒരു നിലപാട് ഇടതുപക്ഷത്തിൻ്റെ അടുത്തും പിണറായിയുടെ അടുത്തുനിന്നും കേരളത്തിലെ ജനത പ്രതീക്ഷിക്കുന്നതല്ല എന്നാണ്. അതിൽ UDFിന്റെയും LDFിന്റെയും പ്രചരിപ്പിക്കുന്ന ചോദ്യമാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ മൗലവിയെ കൊലപ്പെടുത്തിയിട്ട് 24 മണിക്കൂറുകൊണ്ട് ആ കൊലപാതക കേസിലെ പ്രതി ഇവിടെ പിടിച്ചു. ഈ കേസിലെ പ്രതിയെ പിടിച്ചിട്ട് ഈ കേസിലെ എല്ലാ പ്രതികളെയും പിടിച്ചു. RSS നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും പിടിച്ചത് അവിടെ. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ആയതുകൊണ്ടാണ് പിടിച്ചത്. കയ്യാമം വെച്ച് നടത്തിക്കൊണ്ടുവന്നു. അത് കാണാതെ സംസാരിക്കുക. അതുണ്ടാവും, കുറച്ച് വിഷമമുണ്ടാവും. നിങ്ങൾ വേണ്ട, നിങ്ങൾക്ക് അധികാരമുള്ളപ്പോഴൊക്കെ BJP സംരക്ഷിച്ചതാ. എപ്പോഴും BJP-ക്കാരെ സംരക്ഷിച്ചാൽ നിങ്ങൾ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയാം കണ്ണൂർ കേരളം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയുടെ മുമ്പിൽ ഡെഡ് ബോഡി വെച്ച് പൊതുദർശനത്തിന് വെച്ച സംഭവം ഉണ്ടായി. എന്നാൽ എന്തേ ആ റിയാസ് മൗലവിയുടെ ശരീരം ഒന്ന് പൊതുദർശനത്തിന് മുസ്ലിം ലീഗിന് നിർണായകമായ മേധാവിത്വമുള്ള ലോക്സഭാ മണ്ഡലമാണ് മലപ്പുറം. ആ മണ്ഡലത്തിൽ ജയപരാജയങ്ങൾ ഒരുപക്ഷെ ഈ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാകില്ല. പക്ഷേ ഭൂരിപക്ഷം കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ ഫലപ്രഖ്യാപനത്തിൽ തന്നെ വലിയ അട്ടിമറികൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്താൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ കേരളം പതിവ് പോലെ തന്നെ മുന്നോട്ട് പോകും. നാളെ വീണ്ടും ഇതേ സമയം കാണുന്നതുവരെ നമസ്കാരം.